ദൈവമായി സൂക്ഷിച്ചു. അനർത്ഥമോ അപകടമോ ഒന്നുണ്ടാകാതെ നമുക്ക് വേണ്ട എല്ലാ വിധമായ നമ്മോട് നിന്ന് കർത്താവ് പരിപാലിച്ചുകൊണ്ട് കർത്താവ് ശ്രദ്ധിക്കുന്ന വായിച്ചുകൊണ്ട് കല്യാണിക്കാം. ഇന്ന് രാത്രിയിൽ ചില അവനങ്ങൾ ശ്രദ്ധിച്ച ദൈവസഹായിക്കുവാൻ നമ്മൾ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെയായിരിക്കാം. ഒരുപാട് നമ്മൾ ചിന്തിക്കുകയും ഒരുപാട് നമ്മൾ ചെയ്യുകയും ഒരുപാട് നമ്മൾ സ്വതന്ത്രിക്കുകയും ചെയ്ത ഭാഗങ്ങളാണ് രാത്രിയിൽ ആത്മാവ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം പ്രാർത്ഥനയായിരിക്കാം. പ്രൈസ് ഗോഡ്. ഒരിക്കലൂടെ സ്വതന്ത്രം കർത്താവ് ആ മണ്ഡലങ്ങളിൽ നമ്മളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് മാതൃക കാണിച്ചിരുവാനിടയായി, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർ അത് ഉപദേശിക്കുവാനിടയായി. സ്വതന്ത്രം ആ സബ്ജക്റ്റ് ഇതാണ് പ്രാർത്ഥനയുടെ വ്യവസ്ഥകൾ, അതുപോലെ പ്രാർത്ഥന എന്ത് പാടില്ല, 3 പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി ലഭ്യമാകാത്തത് എന്തുകൊണ്ട്. ഈ 3 കാര്യങ്ങളാണ് സ്വതം ദൈവത്തിന് ആത്മാവിന് മുമ്പിൽ പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന സ്വതന്ത്രം. പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. 2 പ്രാർത്ഥനയിൽ എന്ത് പാടില്ല. 3 പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് മറുപടി ലഭിക്കാത്തത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിൻ്റെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ സമയം നമുക്ക് ചിന്തിക്കാം. 1 പ്രാർത്ഥനയുടെ വ്യവസ്ഥ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കണമെങ്കിൽ സ്തോത്രം. ജാതികളും പ്രാർത്ഥിക്കും, ദൈവങ്ങളും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കണമെങ്കിൽ സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയും സ്തോത്രം. പലരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയോടെ ദൈവത്തിന് ചെല്ലുന്നില്ല. പ്രാർത്ഥിക്കും, ജാതികൾ പ്രാർത്ഥിക്കും, വ്യവസ്ഥയില്ലാതെ പ്രാർത്ഥിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥ. 1 മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 23, എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. കണ്ടോ? 1 അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം ആർക്ക് അധികാരം തന്നു? സ്വർഗസ്ഥനായ എന്ന പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നത് യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കും, ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. യേശു തന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥന പഠിപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അതിന് യേശു പറഞ്ഞതാണ്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. എവണ്ണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥിക്കുവാൻ ആർക്കാണ് അധികാരം? ആ പ്രാർത്ഥിക്കാൻ അധികാരം വീണ്ടും ജനനം പ്രാപിച്ച ദൈവങ്ങൾക്ക് മാത്രം. അപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്ന ആ നമുക്ക് മാത്രമേ, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 23 വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം കാരണം വാക്യം പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴങ്ങൾ മനസ്സിലാകാനിടയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം യേശു അവളോട് പറയുക, സ്ത്രീ എന്റെ വാക്ക് വിശ്വസിക്കുക. നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറിയാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല, നാഴിക വരുന്നു. അവര് പറയുന്നു, അവര് കർത്താവിനെ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കും, നിങ്ങൾ അറിയാത്തതിനോട് പ്രാർത്ഥിക്കും. നമസ്കരിക്കാൻ പ്രാർത്ഥനയാണ്. ഞങ്ങളോ എന്താണ്? അറിയുന്നതിനോട് നിന്ന് പ്രാർത്ഥിക്കും, അല്ല അറിയുന്നതിനെ നമസ്കരിക്കും. പിതാവിനെ നമസ്കരിക്കുന്നത്, പിതാവിനെ ആരാധിക്കുന്നത് എങ്ങനെയായിരിക്കണം? സത്യത്തിലും ആത്മാവിലും. ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ആരാധന തന്നെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ആരാധന തന്നെയാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കും പറയാം. വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജനിച്ച ജനത്തിന്
ഹൃദയങ്ങളിൽ വസിക്കേണ്ടത്. കേട്ടോ, ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ എന്താണ്? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. പ്രാർത്ഥനയുടെ അത് പ്രാർത്ഥനയാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. വരം നൽകണം. പ്രാർത്ഥന ഒരു വരമാണ്. പ്രൈസ് ഗോഡ്. വിശ്വാസം ഒരു വരമാണ്. പ്രൈസ് ഗോഡ്. അപ്പം വീണ്ടും ജനിച്ച ദൈവവൈതലിനാണ് പ്രാർത്ഥിക്കുവാൻ വ്യവസ്ഥയുള്ളത്. അപ്പൊ നമ്മളോട് ആളുകളാരും പ്രാർത്ഥിക്കുന്നില്ല, മറ്റൊരാരും പ്രാർത്ഥിക്കാൻ കേൾക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവങ്ങൾക്ക് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. 2 സങ്കീർത്തനം അതിന്റെ 66 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ വായിക്കുന്നു, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നാണ്. ഹൃദയശുദ്ധിയോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. സങ്കീർത്തനങ്ങൾ 66 18 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ല. ഹൃദയശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ജാതികൾ ഹൃദയശുദ്ധിയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ പ്രാർത്ഥന കേൾക്കുമോ? ഇനി വിശ്വാസികൾ തന്നെ ആയിക്കോട്ടെ, ഹൃദയശുദ്ധിയോടുകൂടി അല്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥനയിൽ കേൾക്കുമോ? പ്രാർത്ഥന ഹൃദയം ജൽപ്പനമായി. ഹൃദയത്തിൽ ഉള്ളിൽ വിശുദ്ധിയോടുകൂടി, ഹൃദയത്തിനുള്ളിൽ സ്വന്തം എന്താണ്? ശുദ്ധിയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ഒരുത്തനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും പ്രാർത്ഥിക്കാൻ ഏത് അമ്പലത്തിന്റെ മുന്നിലോ പള്ളിയുടെ മുന്നിലോ എവിടെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കുമോ? ഇല്ല. പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതിന്റെ മർക്കോസ് സുവിശേഷം കർത്താവ് പറഞ്ഞ എന്താണ്? 11-ാം അധ്യായം 25-ാം വാക്യം 11-25. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം വായിച്ച മാർക്ക് 11-25. വേഗത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്, വേഗത്തിൽ വായിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ, യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ക്ഷമിക്കാതെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നോക്കിയേ, നമുക്ക് ആരോടെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ വായിച്ചോക്കാം. അപ്പോൾ അവൻ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. രാത്രി ദൈവങ്ങളെ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. അവൻ 2 പ്രാർത്ഥനയിൽ എന്ത് പാടില്ല. 3 പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ എന്തുകൊണ്ട്? രാത്രി നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടികൾ പെട്ടെന്ന് വരുവാനാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 21-22 വാക്യങ്ങൾ. ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവമായിട്ടൊരു പ്രാഗൽഭ്യം ഉണ്ടാവും. ഹൃദയത്തിനുള്ളിൽ കുറ്റം വിധിച്ചാണ് നിൽക്കുന്നെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ആ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. സ്തോത്രം. പ്രാർത്ഥന വ്യവസ്ഥയോടുകൂടിയുള്ള പ്രാർത്ഥന മാത്രമേ ദൈവസന്നിധിയിൽ ചെല്ലുള്ളൂ. അപ്പൊ ഒന്ന്, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുള്ളൂ. 2, ഹൃദയശുദ്ധിയോടുകൂടി സ്വന്തം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുവാൻ ഹൃദയശുദ്ധിയോടുകൂടി തന്നെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ ചെല്ലുള്ളൂ. ഇനി മൂന്നാമത്തെ പ്രാർത്ഥനയുടെ രഹസ്യം ഒന്നാണ്, ദൈവത്തിന് മുൻഗണന കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യവും യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. ദൈവത്തിന് മുൻഗണന കൊടുക്കുമെന്ന് പ്രാർത്ഥിക്കുവാൻ.
ലൂക്കോസ് 22:42, ഒരാൾ യോഹന്നാൻ 5:14. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ. ഈ പാനപാത്രം എങ്കിൽ നിന്ന് അല്ല, സ്വന്തം നീക്കണം. ദൈവത്തിന് മുൻഗണന കൊടുത്താണ് യേശു പ്രാർത്ഥിച്ചത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്താണ്? ഈ നിനക്ക് പാനപാത്രം മനസ്സുണ്ടെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എങ്കിൽ നിന്ന് നീക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വന്തവകാശത്തിന് പ്രാർത്ഥിക്കാറുണ്ട്, ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ സ്വന്തം എന്താണ്? ഈ ഒരു വാക്കോടെ നമ്മൾ ചേർന്നാൽ എപ്പോഴും നല്ലതാണ്. നാം യേശു തന്നെ കാണിച്ചു കൊടുത്തു. മനുഷ്യരാശിയുടെ പാവം മുഴുവൻ യേശു വഹിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ആ വേദന കർത്താവിന് മനസ്സിലായി. പിതാവിന്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ട് ദൈവത്തിൽ ചോദിക്കുന്നതാണ്, പിതാവിന്റെ ഹിതമാണെങ്കിൽ വായിച്ചേ, ഹിതമാണെങ്കിൽ 22:42. പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഈ നീക്കണം. പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന് മനസ്സുണ്ടാവും. ദൈവത്തിന് മുൻഗണന കൊടുത്തിട്ടുള്ള പ്രാർത്ഥിക്കുക. അത് ദൈവത്തിന്റെ ഹിതമാണോ? കർത്താവ് നിനക്ക് മനസ്സുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മനസ്സുണ്ടോ? കർത്താവ് നിനക്ക് ആഗ്രഹമുണ്ടോ? തിരുവരിക്കുന്ന ദൈവത്തിന് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വതം ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അവിടെ തിരുവരടിയാം. അത് തന്നെയാണ് സൂത്രത്താണ് യോഹന്നാൻ സുവിശേഷം 5:14 വാക്യം വായിച്ച് 5:14. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായി ഭാവിക്കാതിരിക്കുവാൻ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന് ഹിതമായിട്ട് രീതിയിൽ നടക്കണം. അധികം എന്താണ്? നിനക്ക് തിന്മയായി ഭവിക്കാതിരിക്കുവാൻ വേണ്ടി നീ പാപം ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മുൻഗണന കൊടുത്ത് വേണം പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്നെ സ്വന്തം വീണ്ടും ജനിച്ച് പ്രാർത്ഥിക്കണം. അത് രക്ഷിക്കപ്പെട്ട പൈതലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. 2, ഹൃദയശുദ്ധിയോട്, ഹൃദയത്തിൽ കപടതയില്ലാതെ ഹൃദയശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കണം. 3, ദൈവത്തിന് എപ്പോഴും മുൻഗണന കൊടുത്ത് വേണം പ്രാർത്ഥിക്കുവാൻ. 4, ആവശ്യത്തിൽ നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന പുത്രന്റെ നാമത്തിലായിരിക്കണം. പ്രൈസ് ഗോഡ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 24-ാം വാക്യം. പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ചെയ്തത് പ്രൈസ് ഗോഡ്. പുത്രന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിൽ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വേണ്ടി കാലിൽ തകർക്കപ്പെട്ട നമ്മളെ വീണ്ടെടുത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ കടന്നു വരുന്ന ആ പുത്രന്റെ നാമത്തിലാണ് പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചോദിക്കാം. പുത്രന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 16-ാം അധ്യായത്തില് അതിന്റെ 23-24 വാക്യങ്ങൾ വായിച്ചു. അത് തന്നെ ഒരു സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. പിതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്നതല്ല, നമ്മൾ പിതാവിനോട് അപേക്ഷിക്കണം. നമ്മൾ നേരിട്ട് പിതാവിനോട് ചോദിക്കാൻ സാധിക്കത്തില്ല. പിതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്നതെല്ലാം അവൻ നമുക്ക് ചെയ്തു തരും. അത് പിതാവ് ചെയ്തു തരും. ആരുടെ നാമത്തിലാണ്? പുത്രന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് നമ്മൾ പ്രയർ റിക്വസ്റ്റിന്റെ എന്താണ് അതിന്റെ റിസൾട്ട്, അതിന്റെ മറുപടി, അതിന്റെ റിപ്ലൈ നമ്മൾ റിസീവ് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പിതാവിനെ അപേക്ഷിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവത്തിന്റെ പ്രകാരം വിഷയങ്ങൾ വീണ്ടും ജനിച്ച് ഹൃദയശുദ്ധിയോടുകൂടി ദൈവത്തിന് മുൻഗണന കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മറുപടി സ്വതന്ത്രം യേശുവിന്റെ നാമമഹത്വത്തിനായിട്ട് പിതാവാൻ ദൈവം നമുക്ക് ഐശ്വര്യവാരടിയാണ്. ഹല്ലേലൂയ. പുത്രന്റെ നാമത്തിൽ നിരാത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ കാണാം. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണാം. സ്വതന്ത്രം 5-ാമത്തെ പോയിന്റ്, പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കുക. ജഡത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വതന്ത്രം ദൈവം കേൾക്കുകയില്ല, ദൈവത്തിന് മറുപടി തരുത്തുമില്ല. സ്വതന്ത്രം അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. ഒരാള് യൂദ 20 വായിച്ചു. പ്രൈസ് ഗോഡ്. 6:18 പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കാൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. അതിനായി ജാഗരിക്കുക. സ്വതന്ത്രം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ആത്മാവിലുള്ള പ്രാർത്ഥന. പോരാടി വേണം പ്രാർത്ഥിക്കുവാൻ. ജഡത്തിലുള്ള പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, ദൈവസന്നിധി ചെല്ലത്തില്ല. കാരണം പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചിരിക്കും, മറുപടി ലഭിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. 20 വയസ്സ് 20. പ്രിയമുള്ളവരെ,
നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വ്യവസ്ഥയിൽ അഞ്ചാമത്തെ പോയിന്റ് ആണ് പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കുവാൻ. ഈ വചനത്തിന്റെ റിവലേഷൻ ആത്മാ പകർന്നുകൊണ്ടിരിക്കുക. അതിനെ കാണിച്ചപ്പോൾ അപ്പൊ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകൾ: ഒന്ന്, വീട്ടിൽ ചിരിക്കണം; രണ്ട്, ഹൃദയശുദ്ധിയോട് പ്രാർത്ഥിക്കണം; മൂന്ന്, ദൈവത്തിന്റെ മുൻഗണന കൊടുത്ത് പ്രാർത്ഥിക്കണം; നാല്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുത്രന്റെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കുവാൻ; അഞ്ച്, പരിശുദ്ധാത്മാവിൽ വേണം പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു വിശ്വാസിക്ക് വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥകളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്, ഇനി നമുക്ക് ദൈവത്തിന്റെ വചനം പഠിക്കാൻ കാണാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 24-ാം വാക്യം, യാക്കോബിന്റെ ലേഖനം 5:14 വായിച്ചു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. മർക്കോസ് 11:24 യാക്കോബ് 5:15. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. കിട്ടിയെന്ന് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ വീണ്ടും ജനിച്ച പൈതല് ഹൃദയശുദ്ധിയോടുകൂടി ദൈവത്തിന്റെ മുൻഗണന കൊടുത്ത് പുത്രന്റെ നാമത്തില് പരിശുദ്ധാത്മാവില് വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിക്കുന്നത് ലഭിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് സ്റ്റെപ്പുകളാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് കീകളുണ്ട്. സ്വതം അങ്ങനെ പ്രാർത്ഥിച്ച് മാത്രമേ പ്രാർത്ഥന ലഭിക്കത്തുള്ളൂ, മറുപടി ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നല്ല, വീട്ടിൽ ജനിച്ച. പ്രൈസ് ഗോഡ്. രണ്ടെന്താണ്? ഹൃദയശുദ്ധിയോടുകൂടി. മൂന്നെന്താണ്? ദൈവത്തിന്റെ മുൻഗണന കൊടുത്തുകൊണ്ട്. നാലെന്താണ്? പുത്രന്റെ നാമത്തില്. അഞ്ചെന്താണ്? പരിശുദ്ധാത്മാവിൽ. ആറ്, വിശ്വാസത്തോടുകൂടി നമ്മൾ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി വരും. ഹല്ലേലൂയ. ആ പ്രാർത്ഥന ദൈവം എന്താണ്? ആവശ്യത്തോടെ അടഞ്ഞെടുക്കുന്ന ഡോറിനെ തുറന്നു തരാറിയാവും. രാത്രി പരിശുദ്ധാത്മാവ് വെളിപ്പാട് കാണിക്കുക. ഇവിടെ വിളിച്ച് പറയുന്നത് എന്താണ്? അടഞ്ഞു കിടക്കുന്ന ഡോർ കീ ഇട്ടിട്ട് തുറന്നിരുന്നാണ് ദൈവാത്മാവ് കാണിക്കുന്നത്. അടഞ്ഞു കിടക്കുന്ന വിഷയങ്ങള്, പ്രാർത്ഥന വിഷയങ്ങള്, ഈ വ്യവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് തുറന്നു തരാൻ. ഹല്ലേലൂയ. അതിന് വായിച്ച സ്തോത്രം. വിശ്വാസത്തോടെ യാക്കോബിന്റെ ലേഖനം 5:15 വാക്യം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പോഴത്തേക്ക് വിടുതലാണ് വ്യാപരിക്കുന്നത്. സ്തോത്രം. വിടുതൽ വ്യാപരിക്കണമെങ്കിൽ വിശ്വാസമാണ്. പ്രാർത്ഥനയിൽ വ്യാപരം എന്താണ്? വിടുതൽ വ്യാപരിക്കണം വിശ്വാസത്തോടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് മറുപടി ലഭിക്കും. അടുത്തത്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഒന്ന്, പ്രാർത്ഥിച്ച് വീണ്ടും ജനിക്കണം; രണ്ട്, ഹൃദയശുദ്ധിയോട് പ്രാർത്ഥിക്കണം; മൂന്ന്, ദൈവത്തിന്റെ മുൻഗണന കൊണ്ടുവിട്ട് പ്രാർത്ഥിക്കണം; നാല്, പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം; അഞ്ച്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം; ആറ്, എന്താണ്? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഏഴാമത്തെ പോയിന്റാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു വേണം പ്രാർത്ഥിക്കണം. ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം. അതുപോലെ ദാനിയേൽ 9:20 വായിച്ച് പാപം ഏറ്റുപറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കുക. വായിച്ച് 9:20. ദാനിയേൽ 9:20. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തു. അപ്പൊ എന്റെ പാവവും എന്റെ ദേശത്തിന്റെ പാവവും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ഏഴാമത്തെ പ്രാർത്ഥനയുടെ രഹസ്യ സ്തോത്രം എന്താണ്? പ്രാർത്ഥന രഹസ്യം എന്താണ്? പ്രാർത്ഥിക്കുന്നതാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞു വേണം പ്രാർത്ഥിക്കുക. ദാനിയേൽ 9:20 വായിച്ചത്. നമ്മുടെ പാപങ്ങളും ദേശത്തിന്റെ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നുകൂടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളറിയാതെ അനേക പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ നമ്മുടെ പാപങ്ങളും ദേശത്തിന്റെ പാപങ്ങളും ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം നമുക്ക് ഒരുപാട് കുറവുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാനിടയാകും.
രണ്ട് ദിനവൃത്താന്തം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിശ്വാസം താഴ്മയോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ. വളരെ പ്രാർത്ഥന ശരിയല്ല. സ്വന്തം ഹല്ലേലൂയ. താഴ്മയോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചേ വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന 2 ദിനവൃത്താന്തം 7-ാം അധ്യായം. എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി താഴ്മയോട്. നമ്മള് എന്താണ് വിളിക്കപ്പെട്ട ജനമാണ്. 2 ദിനവൃത്താന്തം അത് 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. എന്താണ് ദൈവജനം എങ്ങനെ പ്രാർത്ഥിക്കണം? താഴ്മയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥകളുണ്ട്. വെറുതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. താഴ്മയോടുകൂടി സ്വന്തം എന്താണ്? തന്റെ ജനമാണ് നമ്മൾ, വിളിക്കപ്പെട്ട ജനമാണ്. അവരാണ് ദൈവത്തെ വിളിക്കണം, ദൈവത്തോടെ വിളിക്കണം, താഴ്മയോടുകൂടി വിളിക്കണം. സ്വന്തം. ഇനി യിരെമ്യാ പ്രവചനം അത് 29-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം. പ്രാർത്ഥനയുടെ ഒരു വ്യവസ്ഥയാണ്. 9-ാമത്തെ പോയിന്റാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ഗോഡ്. പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? പൂർണ്ണ ഹൃദയത്തോടുകൂടി. സ്വതം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിർത്തുമ്പോൾ നമുക്ക് അതിന് മറുപടി ലഭിച്ചിരിക്കും. ദൈവത്തെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇത് രാത്രി നമ്മുടെ പ്രാർത്ഥന സ്റ്റൈൽ മാറാൻ പോകും. പ്രൈസ് ഗോഡ്. ഇത്രയും നാൾ പ്രാർത്ഥന സ്റ്റൈലല്ല, നമ്മുടെ സ്റ്റൈലിൽ മാറാൻ പോകും. എങ്ങനെയാണ്? ഹല്ലേലൂയ. ഒന്നെന്താണ്? നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. സ്വതം. അത് വ്യവസ്ഥയാണ്. രണ്ടെന്താണ്? ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3 എന്താണ്? സ്വതം. ദൈവത്തിന്റെ മുൻഗണനയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 4 പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എന്നെ കണ്ടിന് ചെയ്യാൻ പോവാണ്. ഇനി പരിശുദ്ധാത്മാവിൽ അടുത്ത പ്രാർത്ഥനയല്ല, ദൈവം കേൾക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇനി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ ആഴ്ച എല്ലാം ദൈവം തന്നിരിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 5 എന്താണ്? പാവങ്ങൾ ഏറ്റു പറഞ്ഞ എന്റെ പാവങ്ങളും യേശുവിന്റെ പാവങ്ങളും കുഞ്ഞുങ്ങളുടെ പാവങ്ങളും എന്റെ ഭാര്യയുടെ പാവങ്ങളും എന്റെ യേശുവിന്റെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ അറിയാവുന്ന പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വതം. 2 എന്താണ്? 7-ാമത്തെ പോയിന്റ് എന്താണ്? 8-ാമത്തെ പോയിന്റ് എന്താണ്? താഴ്മയോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്വതം. അടുത്ത 9-ാമത്തെ എന്താണ്? പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കാൻ പോവാണ്. ഹാഫ് മൈൻഡ് അല്ല, ഹാഫ് ഹൃദയമല്ല, പകുതി ഹൃദയമല്ല. പകുതി ഹൃദയം ലോകത്തിലും, പകുതി ഹൃദയ സ്വതന്ത്രം എന്താണ്? കിച്ചണിൽ നടക്കുന്ന കാര്യങ്ങളും, പകുതി ഹൃദയം ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങളും, പകുതി ഹൃദയം പിള്ളേർ കളിക്കുന്ന നോക്കിയല്ല നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ. എന്തുകൊണ്ട് നമുക്ക് ഓഫീസിൽ ജോലിയോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? ഓക്കെ, ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആളും കയറി വരും, അല്ല പ്രാർത്ഥന വരുമ്പോൾ ടെലിഫോൺ വരും, അല്ല പ്രാർത്ഥന വരുമ്പോൾ കസ്റ്റമർ വരും, അല്ല പ്രാർത്ഥന വരുമ്പോൾ മാനേജർ വരും. എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? പക്ഷേ അത് തന്നെ നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? അമ്മീസ് അടുപ്പായിരിക്കുന്ന ചിക്കൻ കറിയുടെ എവിടെ വരെയായി? അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? ടെലിഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പോൾ വിളിക്കും, ആര് വിളിക്കും? ഹസ്ബൻഡ് വിളിക്കും, അല്ല വൈഫ് വിളിക്കും. അങ്ങനെയുള്ള ധാരണയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്താണ്? പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കണം. പൂർണ്ണ ഹൃദയത്തോടുകൂടി. അതിന്റെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഏകാഗ്രത ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ. അമ്മ പ്രാർത്ഥനയുടെ വ്യവസ്ഥകളാണ് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ 11-ാമത്തെ പോയിന്റ് ആണ് എന്താണ്? അമിശ്വത്തിൽ ഏകാഗ്രത ഹൃദയത്തോടുകൂടി വേണം പ്രാർത്ഥിക്കുവാൻ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് ഹൃദയമാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര കോൺസെൻട്രേഷനോടുകൂടി പ്രാർത്ഥിക്കുക. രാത്രി സിമ്പിൾ ആയിട്ടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക. സംഗതിയല്ല സംസാരിക്കുക. ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സ്വന്തം ഏകാഗ്രത ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുക. ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം പ്രാർത്ഥിക്കുക. ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന ദിവസം ചെലവില്ല. ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വന്തം വേണം പ്രാർത്ഥിക്കുക.
Praise God. ശരിക്കും ഈശ്വരൻ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഏകാഗ്രത ഹൃദയത്തോടെ. ഇനി ഹൃദയ നുറുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ. Praise God. ഹൃദയത്തിന്റെ നുറുക്കം നമുക്കുണ്ടാവും. ഹൃദയ നുറുക്കം. സങ്കീർത്തനം 34 അധ്യായം അതിന്റെ 18 അതുപോലെ 15 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണും ഹൃദയ നുറുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങൾ 34 വായിച്ചു വേഗത്തിൽ. ഓ, ആരാണ് സമീപത്തിരിക്കുന്നത്? ആരാണ് സമീപത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങാതെ പ്രാർത്ഥിക്കാൻ ഇരുന്ന ആര് സമീപത്തുണ്ടാവും? ആരുണ്ടാവും? ദുഷ്ടനുണ്ടാവും. ഇനി സ്വത്രം ഹൃദയം നുറുങ്ങാതെ ദൈവസന്നിധി പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ വേറെ ആളുണ്ടാവും. നമ്മുടെ പിള്ളേരെ വൈഫൊക്കെ കൂടെ ഇരിക്കും അല്ലെ? ഹൃദയം നുറുങ്ങാതെ സന്തോഷിച്ചിരിക്കും. പക്ഷെ ഹൃദയം നുറുക്കത്തോടുകൂടി ദൈവസന്നിധി ആര് കൂടി ഇരിക്കും? ഹൃദയത്തിൽ നുറുക്കത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ഹൃദയം എന്താ? നുറുക്കത്തോടുകൂടി. ഏത് വിഷയമാണ് പ്രാർത്ഥിക്കുന്നത്? കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ. എനിക്കില്ലാത്തൊരു സംഭവം, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹൃദയം നുറുക്കത്തോടുകൂടി പ്രാർത്ഥിക്കാം. തമാശയിൽ പ്രാർത്ഥിക്കരുത്. ഹൃദയ നുറുക്കത്തോടെ ഏത് വിഷയമാണ് ഏറ്റെടുത്തത്? എന്താണ്? ഹൃദയ നുറുക്കത്തോടെ. പരിശുദ്ധാത്മാവ് നമുക്ക് തരും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് തരും. ആ ഹൃദയ നുറുക്കം തരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ഗോഡ്. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ആ ലൂക്കോസിന്റെ സുവിശേഷം 17 വാക്യം വായിച്ചേ. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ലൂക്കോസ് സുവിശേഷം 18 വാക്യം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട്. 11:5 വായിച്ചു നോക്കിയേ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അതല്ലേ ലൂക്കോസ് സുവിശേഷം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പി കൊടുക്കുവാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവനെ വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മടുത്തു പോകാതെ, യേശു തന്നെ പറഞ്ഞ ഉദാഹരണമാണ്. സ്തോത്രം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയാറുണ്ട്. എന്താണ്? എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു മറുപടിയില്ലേ അല്ലേ? സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്ന ഒരു സംഭവം, എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇതിന് മറുപടി ഇല്ലേ? യേശു തന്നെ പറഞ്ഞെന്താണ്? മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹൃദയവിശുദ്ധിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താഴ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താഴ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചില സമയത്ത് ദേഷ്യം വരും, ചില സമയത്ത് നമുക്ക് സങ്കടം വരും. നമുക്ക് സാധാരണ ചില നമ്മൾ ദൈവത്തോട് തന്നെ കുറുകും. നമ്മൾ ദൈവത്തോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും ചില സമയത്ത്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്ഥിതി. എല്ലാ സൈഡും ബ്ലോക്കായി കഴിയുമ്പോൾ, എല്ലാം പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ തന്നെ ദൈവത്തോട് കർത്താവ് എത്രമാത്രം പ്രാർത്ഥിക്കും, എത്രമാത്രം ഘോഷിക്കും, എന്തുകൊണ്ട് മറുപടി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ തന്നേ മതിയാവുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് പറയുന്നത് അത് വ്യവസ്ഥയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ രാത്രി ഓർത്തുകൊള്ളണമേ, യേശു പറഞ്ഞാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. യാക്കോബ് പറയുന്നുണ്ട് 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ്? നിങ്ങൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ സ്വന്തം പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണ്? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ സ്വന്തം പാപങ്ങൾ പറയാൻ പറ്റാത്തത് കാരണം എന്താണ്? ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പറയുക അവൾ ഇന്ന പാപം ചെയ്ത ആളാണ്. 10 പേരോടൊന്ന് വിളിച്ചു പറയും. പ്രൈസ് ഗോഡ്. നമ്മുടെ പാപങ്ങളെല്ലാം മറച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഗ്രൂപ്പിന്റെ മുന്നിൽ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പാപങ്ങളെല്ലാം മറച്ചു വെച്ച് നമ്മൾ വിശുദ്ധരെന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. സ്വതന്ത്ര ആ പ്രാർത്ഥന കേൾക്കത്തേ ഇല്ല. ആ വിശ്വത്ത് യാക്കോബ് പറഞ്ഞതാണ് തമ്മിൽ പാപങ്ങൾ ഏറ്റുപോലെ പ്രാർത്ഥിക്കുക. ഇവിടെ നിന്നെങ്ങാനും ആരെങ്കിലും പാപം വിളിച്ചു പറഞ്ഞാൽ, കർത്താവ് ഞാൻ എന്നാ പാപം ചെയ്തിട്ടോ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. വെളിയോട്ട് ഇറങ്ങിയിട്ട് അന്നേരം SMS ചാറ്റോ ഫേസ്ബുക്ക് അടിച്ചു കയറ്റും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.
തമ്മിൽ പാവങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടിയാണ്. പണ്ടുള്ള സ്വതന്ത്രം എന്താണ്? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്വതന്ത്രം എന്താണ്? പൂർവ്വപിതാക്കന്മാർ അങ്ങനെ തമ്മിൽ പാവങ്ങൾ ഏറ്റു പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. എവിടെയോ ഞാൻ പ്രസംഗം കേട്ടാൽ ഒരു അപ്പച്ചൻ സഭയിൽ വന്ന് ആ സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിച്ചു, അപ്പച്ചൻ മാത്രം അഭിഷേകം പ്രാപിക്കുന്നില്ല. അപ്പൊ അവസാനം ആർക്കും പിടികിട്ടുന്നില്ല, അപ്പച്ചൻ എന്തൊരു അഭിഷേകം പ്രാപിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. അവസാനം പ്രാർത്ഥിച്ച ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പച്ചമുളകോ ചുവന്നമുളകാണ് വിളിച്ചോണ്ടിരിക്കുക, പച്ചമുളക് വിളിച്ചോണ്ടിരിക്കുക. അവസാനം അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച പച്ചമുളക് ദൈവാത്മാവ് പറയുന്നത് അതിന്റെ അപ്പുറത്തോട്ട് കിട്ടുന്നില്ല, എന്താ പച്ചമുളക്? അപ്പോൾ അപ്പച്ചൻ എഴുതിട്ട് പറഞ്ഞു, അതേ ഞാൻ രാവിലെ കഞ്ഞി കുടിക്കാൻ പഴങ്കഞ്ഞിയാണല്ലോ, പഴങ്കഞ്ഞി കുടിക്കാൻ എടുത്തു വെച്ചപ്പോഴത്തേക്ക് കറിയൊന്നുമില്ല, ആകെ ഉള്ളപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അയലോക്കക്കാരൻ്റെ പച്ച മറ്റേ ഇത് കാന്താരി തയ്യല് മുളക് കിടക്കുന്നു. 2-3 പറിച്ചെടുത്ത് ഞെരടി അങ്ങോട്ട് കഞ്ഞിക്കകത്തോട്ട് കുടിച്ചു. പ്രൈസ് ഗോഡ്. അതായത് ദൈവാത്മാവ് വിളിച്ചു പച്ചമുളക്. അപ്പൊ സമയം എഴുന്നേറ്റ് ആ അപ്പച്ചൻ ഉള്ള സത്യം പറഞ്ഞപ്പോൾ വീണ്ടും ദൈവസ്ഥാനം ഇരുന്നപ്പോൾ അദ്ദേഹം അഭിഷേകം പ്രാപിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ലക്ഷ കൂടാതെ എന്താണ് പാവം വിളിച്ചു പോയത്. ശരിയാ, ദൈവാത്മാവ് ചെറിയ നമ്മളാണെങ്കിലോ പച്ചമുളകോ എനിക്കറിയത്തില്ല, നമ്മളത് മുങ്ങിക്കളയും. നമുക്കറിയാം സംഭവം പച്ചമുളക് രാവിലെ പൊട്ടിച്ചാണ്. അപ്പോൾ അപ്പച്ചൻ എന്ത് ചെയ്ത് പച്ചവളം പൊട്ടിച്ചാന്ന് പറഞ്ഞു. സഭയോട് പറഞ്ഞാൽ പച്ചവളം പൊട്ടിച്ച രാവിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടി എനിക്കറിയില്ല, പച്ചവളം പൊട്ടിച്ചു. അയലോക്കക്കാരനെ പറിച്ചെടുത്തു, മുളക് പറിച്ചെടുത്തു, ഞാൻ ഞേണ്ടി കഴിച്ചു. അതുകൊണ്ട് എന്താ അഭിഷേകം കിട്ടാൻ തടസ്സമായിരുന്നു. അതേറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അയാൾ ക്രമീകരിച്ചപ്പെട്ടു, അഭിഷേകം പ്രാപിക്കാനുണ്ടായി. തമ്മിൽ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വ്യവസ്ഥ ഇങ്ങനെ കിടക്കുക. ഇനി ഒരു പോയിന്റ് പറഞ്ഞേക്കാം. ഉറച്ച നിലവിളിയോടുകൂടി പ്രാർത്ഥിക്കാം. കണ്ണീരും നിലവിളിയും പ്രാർത്ഥനയ്ക്കകത്തുണ്ടാണ്. എബ്രായർ 5-7 വാക്യം. എബ്രായർ 5:7 വായിച്ച എന്താണ്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയുടെ വ്യവസ്ഥ. ഹല്ലേലൂയ. വായിച്ചേ. എബ്രായർ 5:7 വാക്യം. ക്രിസ്തുവിന്റെ ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് സ്വതന്ത്രം എന്താണ്? ആമേശ്വരം എന്താണ്? നമ്മള് കർത്താവിനെ പറഞ്ഞ നീ മുറിക്കകത്ത് കയറിയിരുന്ന് ഡോറടച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഉറച്ച നിലവിളോട് പ്രാർത്ഥിക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. പബ്ലിക്കായിട്ടിരിക്കുമ്പോൾ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് സ്തോത്രം. പക്ഷെ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അവൻ കരഞ്ഞ് നിലവിളിച്ച് നമുക്ക് മാറത്തെ ചങ്കിലൊക്കെ അടിച്ചത് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉറച്ച നിലവിളിയോടുകൂടി കണ്ണുനീരോടുകൂടി സ്വന്തം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട് പ്രൈസ്. ഞാൻ ആദ്യം UK പോയ സമയത്ത് ഞാനൊരു ഭവനത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ സഹോദരി വന്ന് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞ അവിടുത്തെ അവസരമായിട്ട് എനിക്ക് ചേരാൻ പറ്റുന്ന ദൈവാസനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. രണ്ടാമത് സഹോദരൻ എനിക്ക് അദ്ദേഹം പൈസ തരുന്നില്ല, ചിലവർ പോലും പൈസ തരുന്നില്ല. ഞാനിങ്ങനെ എന്താണ് ചാൻവിളിയിൽ ജീവിക്കണം. നമ്മൾ ഒറ്റ പണിയുള്ളൂ, മുറിക്കകത്ത് കയറിയിരിക്കുക, കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഞാനത് കാണുകയും ചെയ്തു. കണ്ണുനീരോടെ ആ സഹോദരി ഒരു ദിവസം ഞാൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഡോറിന്റെ കുറച്ച് തുറന്നു കിടക്കുകയാണ്. ആരോ കരയുന്ന ശബ്ദം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സഹോദരി കണ്ണുനീരോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തോട് നിലവിളിച്ച് അന്ന് ഇങ്ങനെ കൊച്ചുപിള്ളേരെ കരയുന്നവരെ മുന്നിലെ ഒഴിച്ച് ഇങ്ങനെ കണ്ണുനീരോട് ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് അതുകൊണ്ട് സ്വന്തമായ ജോലിയായി, സ്വന്തമായി പൈസയായി, സ്വന്തമായി വാഹനമായി, സ്വന്തമായിട്ട് എന്താണ് അവരുടെ ഭവനമായി, സ്വന്തമായിട്ട് സ്വത്രതാണ്. ദൈവം നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടെ സഹോദരി. ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രാവശ്യങ്ങൾ പോകുമ്പോൾ സ്വത്രതാണ് ഇതെല്ലാമായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു. ആദ്യം ഞാൻ പോകുന്നത് അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞാൽ പോകുന്നത്? 2-3 വർഷം അല്ലേ. രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുവാനിടയായി. അപ്പൊ കണ്ണുനീരോട് സ്വന്തം എന്താണ് അഭയാതനോടുകൂടി അപേക്ഷിച്ചാൽ ദൈവം തരുവാനിടയാവും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കണം. ഒന്ന് പ്രാർത്ഥനയിൽ സ്വന്തം എന്താണ് വ്യവസ്ഥകളുണ്ട്. ഒരുപാട് വ്യവസ്ഥകൾ പറഞ്ഞല്ലോ. ഒന്നെന്താണ് വീണ്ടും ചെല്ലുന്ന പ്രാവശ്യിക്കണം. രണ്ടെന്താണ് ഹൃദയശുദ്ധിയോട് പ്രാർത്ഥിക്കണം. മൂന്നെന്താണ്
ദൈവത്തിന് മുൻഗണന കൊടുത്ത് പ്രാർത്ഥിക്കണം. 4 എന്താണ്? പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. 5 എന്താണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. 6 എന്താണ്? വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. 7 എന്താണ്? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. 8 എന്താണ്? താഴ്മയോട് പ്രാർത്ഥിക്കണം. 9 എന്താണ്? പൂർണ്ണ ഹൃദയത്തോട് പ്രാർത്ഥിക്കണം. 10 എന്താണ്? ഹൃദയ നുറുക്കത്തോട് പ്രാർത്ഥിക്കണം. 11 എന്താണ്? ഏകാഗ്രത ഹൃദയത്തോട് പ്രാർത്ഥിക്കണം. 12 എന്താണ്? മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം. 13 എന്താണ്? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. 14 എന്താണ്? ഉറച്ച നിലവിളിയോടുകൂടി കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ വ്യവസ്ഥകൾ പ്രാർത്ഥനയിൽ എന്ത് പാടില്ല? ഒരു 3-4 കാര്യങ്ങൾ പറയാം. പ്രാർത്ഥനയിൽ എന്ത് പാടില്ല? 1, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 43-ാം വാക്യത്തിൽ വായിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയിൽ കപടഭക്തി പാടില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 43-ാം വാക്യം. ഒരാള് മത്തായി സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം. അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിക്കുന്നു. പ്രൈസ് ഗോഡ്. കപടഭക്തിയോടുള്ള പ്രാർത്ഥന. അവരെവിടെ പോയി പ്രാർത്ഥിക്കുന്നു? യേശു പറഞ്ഞു അവരെവിടെ പ്രാർത്ഥിക്കുന്നത്? അവർ തെരുക്കോണിലും ഒരു മനുഷ്യൻ കാണുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ മുന്നിൽ സ്വന്തം എന്താണ്? കപടഭക്തിയോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് മനുഷ്യനാണുള്ള മാനം ലഭിക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. കപടഭക്തിയോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുകയില്ല. സ്തോത്രം. മത്തായി 6:5 വായിച്ചേ. മത്തായി സുവിശേഷം 6:5 എന്താ വായിച്ചേ? കപടഭക്തി. പ്രാർത്ഥനയിൽ എന്ത് പാടില്ല? കപടഭക്തി പാടില്ല. മനുഷ്യൻ കേൾക്കുവാൻ വേണ്ടി മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ പ്രാർത്ഥിക്കരുത്. കപടഭക്തിക്കാരെ പോലെ അവരെന്താണ്? അവർ മനുഷ്യനെ വണങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. മനുഷ്യൻ വണങ്ങുവാൻ വേണ്ടി, മനുഷ്യനിൽ നിന്ന് ചൂഷണം ചെയ്യുവാൻ വേണ്ടി, മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്. പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല പാസ്റ്റേഴ്സും ഉണ്ട്, പല ദൈവങ്ങളും അങ്ങനെ സ്വന്തം എന്താ കടന്നു വരുമ്പോൾ അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെ അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പോകും. പിന്നെ അവർ പ്രാർത്ഥിക്കില്ല. നമ്മുടെ മുന്നിൽ നിന്ന് സ്വന്തം നമ്മളെ പുകഴ്ത്തി, നമുക്ക് അനുഗ്രഹിച്ച്, നമ്മളെ എന്താണ് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച്, നമ്മളെ അനുഗ്രഹിച്ച്, നമ്മുടെ കമ്പനിയെ അനുഗ്രഹിച്ച്, മൊത്തം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മളെന്താണ് ഇത്രമാത്രം നമുക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ പ്രാർത്ഥന. കപടഭക്തി. ആ പ്രാർത്ഥന എന്താണ്? പാടില്ല. ഇന്നെന്താണ്? പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ആളുകളിൽ തെറ്റായ മതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പോസ്തല പ്രവൃത്തികള് 5-ാം അധ്യായത്തിൽ 3-ാം വാക്യം. ആളുകളില് അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത്. പ്രൈസ് ഗോഡ്. അറിയാവുന്ന സ്റ്റോറി. 6-ാം അധ്യായം മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചേ. ആമീശ്വരമാണ് ആളുകളിൽ തെറ്റായ മതിപ്പുണ്ടാക്കരുത്. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ആളുകളിൽ തെറ്റായ മതിപ്പ് അല്ലെങ്കിൽ മതിവുളവാക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കരുത്. ഹല്ലേലൂയ. ഇനി മത്തായി സുവിശേഷം 12-ാം അധ്യായത്തില് 36-ാം വാക്യത്തിൽ യേശു പറയാനിടയായി, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ പാടില്ല. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. 12:36-37. അപ്പൊ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ പാടില്ല. അത് ഞാൻ 6-7 വായിച്ചു. മത്തായി സുവിശേഷം 6-7 അതാണ് കർത്താവിനോട് പഠിപ്പിക്കുന്നത്. സ്വതം അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ പാടില്ല. 6-7. ജൽപ്പനം ചെയ്യാൻ പാടില്ല. പ്രൈസ് ഗോഡ്. അപ്പൊ അർത്ഥം ശൂന്യമായ വാക്കുകളുടെ ദൈവസന്നിധിയിൽ പറയാൻ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയിൽ എന്ത് പാടില്ല? 1, കപടഭക്തി പാടില്ല. 2, ആളുകളെ തെറ്റാക്കുന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. 3, അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ പാടില്ല. 4-ാമത് ഒരു വാക്യം വായിച്ച് 6-ാം അധ്യായം 7-ാം വാക്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം. 6-7 അല്ലേ? അത് തന്നെ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 20 മുതൽ 29 വാക്യം വായിച്ചേ. യാക്കോബിന്റെ 5-16 ഒരാൾ വായിച്ചേ.
യാക്കോബ് 5